ഹലോ, ടോക്സ് ഓൺ ബോർഡ്സ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടേബിൾ ഡാറ്റ എക്സ്ട്രാക്ഷൻ്റെ കണ്ടിന്യൂവേഷനാണ്, പാർട്ട് 2. അതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പുതിയതായിട്ട് എക്സ്ട്രാക്ഷൻ ഒന്നും ചെയ്യുന്നതല്ല, നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ഡാറ്റേനെ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡാറ്റനെ എങ്ങനെ എടുക്കാം, അതായത് ഒരു ഡാറ്റ ടേബിളിനെ എങ്ങനെ ഫിൽട്ടർ ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാം നമ്മൾ ഇതിനു മുമ്പ് ചെയ്തത്. അതായത് നമ്മൾ യൂസ് ബ്രൗസർ ആക്ടിവിറ്റി വെച്ചിട്ട് പെർട്ടിക്കുലർ വിക്കിപീഡിയൻ്റെ പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലുള്ള ഒരു ടേബിളിൻ്റെ ഡാറ്റ കംപ്ലീറ്റ് സ്ക്രാപ്പ് ചെയ്ത് എക്സ്ട്രാ ഡാറ്റ ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളോട്ട് റൈറ്റ് ചെയ്തു. എന്നിട്ട് ആ വേരിയബിളിനെ ഡയറക്റ്റ്ലി ഒരു റൈറ്റ് CSV ആക്ടിവിറ്റി യൂസ് ചെയ്തുകൊണ്ട് ഒരു CSV ഫയലാക്കിയിട്ട് റൈറ്റ് ചെയ്ത് സേവ് ചെയ്തു. ഓക്കെ, ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ചെയ്തത്. ഇന്നത്തെ പാർട്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ ഒന്ന് കാണിച്ചു തരാം, അത് വെച്ചിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മൾ ആദ്യം എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ, അതായത് 57 റോസ് ഉള്ള ഒരു ടേബിൾ. ഓക്കെ, ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ഡാറ്റ ഉണ്ട്. പക്ഷേ എനിക്കിതിലുള്ള എല്ലാ ഡാറ്റയും വേണ്ട. എനിക്കൊരു സെർട്ടൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസ് മാത്രമേ ഫൈനലി CSVയിലേക്ക് റൈറ്റ് ചെയ്ത് കിട്ടേണ്ടതുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോയിൽ ഞാൻ എന്ത് ചെയ്യും, ഈ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ഡാറ്റ ടേബിൾ, അതായത് എക്സ്ട്രാക്ട് ഡാറ്റ ടേബിൾ എന്ന് പറഞ്ഞ ആ വേരിയബിൾ, അതിനെ ഞാനൊന്ന് ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് എനിക്ക് വേണ്ട ഡാറ്റ മാത്രമാക്കി എടുത്ത് ഫൈനലി അതിനെ എനിക്ക് ഒരു CSV ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നെയിമിൻ്റെ URL, അതായത് നെയിമിൻ്റെ URLs അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ മാത്രമേ എനിക്ക് വേണ്ടൂ. ഈ URLൻ്റെ കോളത്തിലുള്ള ഡാറ്റ empty ആണെങ്കിൽ എനിക്ക് ആ പെർട്ടിക്കുലർ റോ ആവശ്യമില്ല. അതെൻ്റെ ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ ഓണറിൻ്റെ ലിസ്റ്റിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് കാണാൻ പറ്റും. അതായത് കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഉണ്ട്, വാട്ടർ അതോറിറ്റി ഉണ്ട്, അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് വേണ്ടത് കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന URLs, നെയിമിൻ്റെ URLs അവൈലബിൾ ആയിട്ടുള്ള റോസ് മാത്രമാണ് ഫൈനലി CSVയിലേക്ക് റൈറ്റ് ചെയ്ത് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. അതിനാണ് ഞാൻ ഫസ്റ്റ് സ്റ്റുഡിയോയിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമ്മൾ ആദ്യം എക്സ്ട്രാ ടേബിൾ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഈ ഡാറ്റ സ്ക്രാപ്പ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഡാറ്റ ടേബിൾ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇനി ഈ വേരിയബിളിനെയാണ് ഫിൽട്ടർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഫിൽട്ടർ ഡാറ്റ ടേബിൾ എന്ന് സെർച്ച് ചെയ്യുക. ഈ ഫിൽട്ടർ ഡാറ്റ ടേബിൾ എന്ന ആക്ടിവിറ്റി ഞാൻ ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു, അതായത് എക്സ്ട്രാ ടേബിൾ ഡാറ്റയ്ക്ക് ശേഷം. എന്നിട്ട് ഡാറ്റ ടേബിൾ ഏതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. ഏതാണ് നമ്മളുടെ ഡാറ്റ ടേബിൾ? എക്സ്ട്രാ ഡാറ്റ ടേബിൾ, റൈറ്റ്. ഇനി ഈ ഫിൽട്ടർ ഔട്ട് ചെയ്ത ഡാറ്റേനെ എനിക്ക് മറ്റൊരു ഡാറ്റ ടേബിൾ വേണം സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പുതിയൊരു ഡാറ്റ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. Ctrl+K പ്രസ് ചെയ്തതിന് ശേഷം ഫിൽറ്റേർഡ് ഡാറ്റ ടേബിൾ. ഓക്കെ, ഇങ്ങനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് ഇതിനകത്തോട്ടേക്ക് ഞാൻ ഫിൽട്ടർ ചെയ്ത ഡാറ്റേനെ റൈറ്റ് ചെയ്യുന്നത്. ഇനി എനിക്കിവിടെ കോൺഫിഗർ ചെയ്യണം, അതായത് കണ്ടീഷൻസ് എങ്ങനെയാണ് ഇതിനെ ഫിൽട്ടർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോൺഫിഗർ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, എനിക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, അതായത് ഇൻപുട്ട് ഡാറ്റ ടേബിൾ ഏതാണെന്നും ഔട്ട്പുട്ട് ഡാറ്റ ടേബിൾ ഏതാണ് നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ ഫിൽട്ടർ റോസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എനിക്ക് കീപ്പ് ചെയ്യേണ്ട റോസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി കീപ്പ് ചെയ്യേണ്ട റോസ് ഏതൊക്കെയാണ്? ഒന്നാമത്തത് URL empty അല്ലാത്തത്, അതായത് നെയിം URL എന്ന് പറഞ്ഞ കോളം empty അല്ലാത്ത റോസ് എനിക്ക് കീപ്പ് ചെയ്യണം, അല്ലേ? അതാണ് എൻ്റെ ഒന്നാമത്തെ കണ്ടീഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ കോളത്തിൻ്റെ നെയിം കൊടുക്കുന്നു. എന്താണ് എൻ്റെ കോളത്തിൻ്റെ നെയിം URL. അതിനുശേഷം ഓപ്പറേഷൻ സെലക്ട് ചെയ്യുന്നു. എനിക്ക് കീപ്പ് ചെയ്യാണ് വേണ്ടതല്ലേ, അതായത് നെയിം URLൻ്റെ വാല്യൂ empty അല്ലാത്ത റോസിനെ കീപ്പ് ചെയ്യണം. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? ഓണറിൻ്റെ വാല്യൂ കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് മാത്രമേ എനിക്ക് കീപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ അഡീഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. കോളം നെയിം ഓണർ ഈസ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് കറക്റ്റ് ആ വാല്യൂ, അതായത് കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫിൽട്ടർ ഡാറ്റ ടേബിൾ ഉപയോഗിച്ചു. ഈ ഇൻപുട്ട് ഡാറ്റ ടേബിളിൽ നമുക്ക് ഏതൊക്കെ റോസ് ആണ് പുതിയ ഡാറ്റ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പം അതിലേക്ക് കീപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. നെയിം URL empty അല്ലാത്തതും ഓണർ കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയതുമായ ഡാറ്റ മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ കണ്ടീഷൻ സെറ്റ് ചെയ്തു, ഓക്കെ കൊടുത്തു.
ഇപ്പോൾ നമ്മൾ ഫിൽറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് എന്താണ്, ഈ റൈറ്റ് CSVയിൽ നമ്മൾ ആദ്യം റൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എക്സ്ട്രാ ഡാറ്റ ടേബിൾ എന്ന് പറഞ്ഞാൽ ആ മൊത്തം ഡാറ്റയുള്ള വേരിയബിൾ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ ഫിൽറ്റർ ഡാറ്റ ടേബിളിൽ മാത്രമേ CSVയിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതിനെയും കൂടി ഇവിടുന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഇത് ക്ലിയർ ചെയ്തതിന് ശേഷം ഫിൽറ്റർ ഡാറ്റ ടേബിളൂടെ ചൂസ് ചെയ്തു, സേവ് ചെയ്തു. ഇനി നമുക്ക് ഈ ഓട്ടോമേഷൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, വിക്കി പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഡാറ്റ സ്ക്രാപ്പിംഗ് കഴിഞ്ഞിട്ട് അത് ക്ലോസ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഔട്ട്പുട്ട് പെയിൻ നോക്കാം. 2 സെക്കൻഡ്സും കൊണ്ട് ഓട്ടോമേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി പ്രൊജക്ട് ഫോൾഡറിൽ പോയിട്ട് നമ്മുടെ CSV ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ടോ നോക്കാം. അതെ, CSV ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി അത് ഓപ്പൺ ചെയ്തിട്ട് ഡാറ്റ ചെക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 19 ഐറ്റംസ് ഇവിടെ കിട്ടിയിട്ടുള്ളൂ. അതിൽ കാണാൻ പറ്റും എല്ലാ ഐറ്റത്തിനും URLs ഉണ്ട്. പ്ലസ് ഓണർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലുള്ള ഡാംസ് മാത്രമേ നമുക്കിവിടെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫിൽട്ടർ ഡാറ്റ ടേബിൾ ആക്ടിവിറ്റി ഓട്ടോമേഷൻസിൽ യൂസ് ചെയ്യുക. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്തൊരു സിമ്പിൾ ഒരു ഫിൽറ്റർ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടീഷൻസിനനുസരിച്ച് നിങ്ങളുടെ ഓട്ടോമേഷന് ഒരുപാട് ടൈപ്പ് ഓഫ് ഫിൽറ്റർ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കീപ്പ് ഉണ്ട്, റിമൂവ് ഉണ്ട്, 2 ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ റിമൂവിൽ കൊടുക്കുകയാണെങ്കിൽ ആ റിമൂവ് കണ്ടീഷൻസിൽ പോയിട്ടുള്ള ഡാറ്റാസ് മാത്രം റിമൂവ് ആയി പോകും, ബാക്കിയൊക്കെ കീപ്പ് ചെയ്യും. ഇനി അതല്ല കീപ്പിൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കൊടുത്ത കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡാറ്റയെ മാത്രം കീപ്പ് ചെയ്യും. അപ്പോൾ അതാണ് 2 മെത്തേഡ്. ഇനി അത് കൂടാണ്ട് നിങ്ങൾക്ക് ഇവിടെ ഓപ്പറേഷൻസ് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഈസ് എംപ്റ്റി, നോട്ട് എംപ്റ്റി, സ്റ്റാർട്ട്സ് വിത്ത്, എൻഡ്സ് വിത്ത്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഔട്ട്പുട്ട് കോളംസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കോളംസിനും കീപ്പ് അല്ലെങ്കിൽ റിമൂവ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ റിമൂവിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ കോളംസിൻ്റെ നെയിമാണോ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ആ കോളംസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഫൈനലി ഔട്ട്പുട്ട് ഡാറ്റ ടേബിൾ ക്രിയേറ്റ് ആയിട്ട് വരിക. ഇനി അതല്ല കീപ്പിൻ്റെ അകത്ത് നിങ്ങൾ കുറച്ച് കോളംസിൻ്റെ നെയിം മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ആ കോളംസ് മാത്രമേ ഫൈനലി ഔട്ട്പുട്ടിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് റെക്കമെൻഡ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ഓട്ടോമേഷൻ വിത്ത് ടോക്സ് ഓൺ ബോട്ട്സ് മലയാളം. താങ്ക് യു.